ജാതി എന്ന് പറയപ്പെടുന്നു. എനിക്ക് സിന്ധുവിന്റെ വീട്ടിൽ ചെറിയൊരു എതിർപ്പും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ചെറുതാണോ വലുതാണോ 20 വർഷമായി. അപ്പോൾ അത് 20 വർഷമാകുമ്പോൾ ചെറുതാണോ വലുതാണോ എനിക്കറിയില്ല. ഇന്നും അവരുടെ എതിർപ്പിലാണ്. അല്ല, അതിന് എനിക്ക് അവരെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അവരുടെ മോഹങ്ങൾക്ക് ഒരു കോട്ടം സംഭവിച്ച് കാണാം. കാരണം അവർ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരെ കൊണ്ട് വലിയ ജോലിയിലിരിക്കുന്നത് കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും വേണം ഒരു പരിധി. അല്ല, അത് അവരുടെ പ്രതീക്ഷയല്ല. ഇപ്പോൾ എനിക്കത് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എൻ്റെ പ്രതീക്ഷ എനിക്ക് ലിമിറ്റ് ചെയ്യാം, കൂട്ടാം, എന്തുകൊണ്ട് മറ്റൊരാൾ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ മക്കളെ പറ്റി ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു, മക്കളെ കല്യാണം കഴിക്കുന്ന ആൾ വന്നിട്ട് ഹലോ നിങ്ങൾ അത്രയും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് സത്യം. പക്ഷെ ഒരേ തരത്തിൽ ഒരേപോലെയാണ് നിൽക്കണമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ സംസാരിച്ചാൽ തീരാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ഒന്നും ശ്രമിച്ചിട്ടില്ലേ? അല്ല, നമ്മൾ ധാരാളം സംസാരിച്ചിട്ടുണ്ട്. എനിക്കിന്നും അവരോട് എനിക്ക് ദേഷ്യമില്ല. കാരണം എനിക്ക് അവരോട് ഇന്നും ഒരു ഇഷ്ടം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായാലും അവരെ കാരണമാണല്ലോ സിന്ധു ഉണ്ടായത്. സത്യം. ആ ഒരു നന്ദിയാണ്. അതിപ്പോൾ അവർ മനസ്സിലാക്കണമെന്നോ അവർ നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടം, നിങ്ങളോട് എനിക്ക് അടങ്ങാത്ത കടപ്പാടുണ്ട് സിന്ധുവിന് എന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വെച്ചാൽ അവരാണ് ആക്ച്വൽ ഓണേഴ്സ്. അവരുടെ ഇഷ്ടത്തിലൂടെയാണല്ലോ ഇങ്ങനെ ഒരു മകൾ ഉണ്ടാവുന്നതും. അപ്പോൾ എല്ലാം ഇഷ്ടത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് കൃഷ്ണകുമാറിന്റെ വ്യൂ ആണ്. ബട്ട് സിന്ധുവിനാണെങ്കിൽ അച്ഛ അമ്മ അങ്ങനെയല്ല. അത് സിന്ധു ശ്രമിച്ചിട്ടില്ലേ? ധാരാളം ചില കുരുക്കുകളുടെ കുഴപ്പം വെച്ചാൽ നമ്മൾ കുരുക്ക് അഴിക്കാൻ തുടങ്ങും തോറും വീണ്ടും കുരുങ്ങും. അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇങ്ങനെ തന്നെ ഇരുന്നാൽ ഇതാണ് നല്ലത്. വലിയ വഴക്കവുമില്ല, ബഹളവുമില്ല, ഒന്നുമില്ല, പിണക്കവുമില്ല, സ്നേഹവുമില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമ്പോഴേ വേറെ കുഴപ്പമില്ല. അവരിൽ നിന്ന് ഇന്നത് വേണമെന്ന് നമുക്കൊന്നും വേണ്ട. ഞാൻ ദൈവം എല്ലാം തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ജീവിച്ചു പോകാൻ നമുക്ക് ബേസിക് നെസസിറ്റീസ് ഭക്ഷണം വേണം, വസ്ത്രം വേണം, ഒരു ഷെൽട്ടർ, വീട് വേണം. ഇത് മൂന്നും തന്നിരിക്കുന്നു. പിന്നെ ധാരാളം സന്തോഷം തന്നിട്ടുണ്ട്, ഇടയ്ക്ക് വർക്കുണ്ട്, നമുക്ക് ജീവിച്ചു പോകാൻ എല്ലാം തന്നിരിക്കുന്നു. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? അല്ല, നല്ലൊരു തോട്ടാണിത്. നമുക്കതെല്ലാവർക്കും ആ ഒരു തോട്ടിലോട്ട് എത്താൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് നമ്മളിങ്ങനെ ഗ്രീഡി ആകുമ്പോഴാണ് കൂടുതൽ പ്രോബ്ലം ഉണ്ടാകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗ്രീഡും നമുക്ക് ഉണ്ടായിരിക്കാം. കാരണം നമുക്കൊരു രൂപ കിട്ടുമ്പോൾ എങ്ങനെ അത് രണ്ടാക്കാമെന്നാണ് ആലോചിക്കുന്നത്. പക്ഷെ പിന്നെ 2 ആക്കാമെന്നോ 5 ആക്കാമെന്നോ 10 ആക്കാമെന്നോ തോന്നിയ പ്രശ്നമില്ല. അതിന് 1 കോടി ആക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് കോടി എല്ലാവർക്കും കിട്ടുന്നു. എല്ലാം പെട്ടെന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് നോക്കിപ്പോവും. ഇപ്പം നമ്മളൊക്കെ നോക്കിയിട്ടുണ്ട്. പണ്ട് സിനിമയിൽ വരുമ്പോൾ മോഹൻലാൽ ആവാൻ പറ്റുമോ, മമ്മൂട്ടി ആവാൻ പറ്റുമോ അന്നത്തെ കാലത്ത്. പിന്നീടാണ് പിടിയിട്ട് നമ്മുടെ മത്സരം നമ്മളുമായിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് പ്രയാസം വരുന്നു. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ പടം കഴിഞ്ഞു, ഇത് വരുന്നുണ്ട്, ആ പടത്തിനേക്കാൾ ഇത് നന്നാക്കാൻ പറ്റുമോ, ആ ഒരു മത്സരം തുടങ്ങി. അത് കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ തുടങ്ങിയപ്പോൾ എനിക്കറിയില്ല, ഞാൻ സന്തുഷ്ടനാണ് അകത്ത്. അതാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. സ്വന്തമായിട്ടൊരു സർട്ടിഫിക്കറ്റ്, നമുക്ക് സ്വന്തമായിട്ടൊരു ഹാപ്പിനെസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാത്തപ്പോഴാണ് നമ്മളിത് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. സ്വന്തമായിട്ട് ഹാപ്പിനെസ് കിട്ടിയില്ലെങ്കിൽ നമ്മളിത് അന്വേഷിച്ച് എപ്പോഴും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു ഇല്ല, ഇനി ഞാൻ കുറച്ചുകൂടെ ആലോചിച്ചിട്ടൊക്കെ സിനിമ ചെയ്യുന്നുള്ളൂ എന്ന്. ബട്ട് അതൊരു നല്ല തോട്ടാണ്, പക്ഷെ വളരെ റിസ്ക് ഉള്ളൊരു തോട്ടമാണ്. കാര്യം സിനിമ എന്ന് പറയുന്നത് ഇന്ന് വരും നാളെ പോകുന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. എങ്ങനെ അങ്ങനെ ഒരു അത്രയും സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റിയ അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നത്? അല്ല, പണ്ട് ഇത് തമാശയായിട്ട് പറയൂലോ, ഇന്ന് വരും നാളെ പോകുന്നു, മറ്റന്നാൾ തിരിച്ചു വരും. അല്ല, ഇതിനകത്ത് ഈ തോട്ട്സ് ബിക്കം തിങ്സ് എന്ന് ഇപ്പോഴത്തെ ബുക്കുകളിലൊക്കെ എഴുതാറുണ്ട്. നമ്മൾ എന്ത് വിചാരിക്കുന്നു അത് സംഭവിക്കും. അപ്പോൾ ഈ പോസിറ്റീവ് ബിലീവിങ്, പോസിറ്റീവ് തിങ്കിങ്, അപ്പോൾ ഈ പോസിറ്റീവ് ബിലീവിങ്ങിനെ പറ്റി കഴിഞ്ഞ ദിവസം എഴുതിയിരിക്കുന്നു. അതായത് നമ്മൾ ചെയ്യേണ്ട ജോലികൾ കൃത്യമായി ചെയ്തിട്ട് സ്വപ്നം കാണുക, വരാനുള്ളത് വരും. അതിൻ്റെ ഒരു ശ്രമം നമ്മളുടെ വർക്കിൽ എവിടെയോ ഉണ്ട്. അതെ. പക്ഷെ എന്നാൽ ഇന്നസെൻ്റ് അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വളരെ രസകരമായിട്ട് പറഞ്ഞു, നമ്മൾ സ്വപ്നം കാണുന്നതിനൊക്കെ ഒരു മയം വേണം. കാരണം 10ാം നിലയിലെ തീവണ്ടിയിൽ ഒരു പടം അഭിനയിച്ചിട്ട് ഓസ്കാർ അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കടുപ്പമാണ്. അത് നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ പരിധിക്കകത്ത് നമ്മൾ ചെയ്യണം. ഞാനൊരു കൃത്യമായി ഇപ്പോൾ മലയാള സിനിമയാണ് എൻ്റെ ഒരു മേഖല, അല്ലെ തമിഴ് സിനിമ. അതിനുവേണ്ടി നമ്മൾ ശരീരം പിടിച്ചു നിർത്തുക, വ്യായാമം ചെയ്യുക, അഭിനയത്തിൻ്റെ എന്തൊക്കെ മേഖല, കൂടുതൽ സിനിമകൾ കാണുക, മറ്റു കാര്യങ്ങൾ എല്ലാം ചെയ്തതിന് ശേഷം മറ്റ് സിനിമാക്കാരെ പോയി കണ്ട് ഡിസ്കസ് ചെയ്ത് ഒരു സിനിമ ഇന്നത് വരും, അതിനെപ്പറ്റി എനിക്ക് വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യേണ്ട ജോലിയും ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രീം ചെയ്യുമ്പോൾ അത് നടന്നേ പറ്റൂ. ഇതുവരെ എങ്ങനെ കാര്യങ്ങൾ നടന്നത് അതുപോലെ അങ്ങ് നടന്നോളൂ. കാരണം പൈസ പോലും എവിടെ നിന്ന് വന്നു നമുക്കറിയില്ല. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു പ്രൊഡ്യൂസർ തരും, ഇത് എവിടെ നിന്ന് വന്നു, അതെങ്ങോട്ട് പോയി, ഇതൊന്നും നമുക്കറിയാത്ത കാര്യം. പിശുക്കനാണോ അതോ എക്സ്ട്രാ? പിശുക്കായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുറേ പൈസ ഇരുന്നേനെ. പിന്നെ പിശുക്കെന്ന് പറഞ്ഞൊരു വാക്ക് ചില സമയങ്ങളിൽ നല്ലതാണ്. നമ്മൾ അനാവശ്യ ധൂർത്ത് എന്നൊരു സാധനമുണ്ട്, അത് ഒഴിവാക്കുമ്പോൾ ചിലർക്കത് പിശുക്കായിട്ട് തോന്നാം. പണം എല്ലാവർക്കും വളരെ ആവശ്യമുള്ളൊരു ഘടകമാണ്. പിന്നെ നമ്മൾ ചിലവാക്കണം. കാരണം ഇന്നേ ഉള്ളൂ നമുക്ക്. നാളെ അത് ചെയ്യാമെന്ന് പറഞ്ഞ് സ്വരൂപിച്ച് വെക്കാൻ എനിക്ക് പറ്റത്തില്ല.
കാരണം ഇന്ന് സന്തോഷം, നാളെ വരേണ്ട വന്നോളും. അപ്പോൾ നാളത്തേക്ക് വേണ്ടി ടെൻഷൻ അടിച്ച് സാധനം നാളെ കാര്യം നടക്കുകയും ചെയ്യും. ടെൻഷൻ അടിച്ചത് ഈ ദലൈലാമയുടെ ഒരു വാക്ക് അടുത്ത കാലത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എന്താണ് ആരോഗ്യം കളഞ്ഞ് ധനത്തിന് വേണ്ടി പോകുന്നു. അവസാനം ധനം വരുമ്പോൾ ആരോഗ്യമില്ല. പിന്നെ ആ കിട്ടിയ പൈസ മുഴുവൻ ആരോഗ്യത്തിന് വേണ്ടി ചിലവാക്കി. ആരും ജീവിക്കുന്നില്ല, മരിച്ച് ജീവിക്കുകയാണ്. നമ്മൾ ആരും മരിക്കില്ലെന്നും പറഞ്ഞാൽ എല്ലാവരും ജീവിച്ചിരിക്കുന്നത്. ഒരു ദിവസം അങ്ങ് പോകും, ഇതൊന്നും എടുക്കാൻ പറ്റാതെ. അതുകൊണ്ടുള്ള ദിവസം ആഘോഷിച്ച് ജീവിക്കുക, അതൊരു പോയിന്റാണ്. തമിഴ് ഒത്തിരി, പ്രത്യേകിച്ച് വിക്രമിന്റെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് തമിഴ് ഒരു ലൊക്കേഷൻ എക്സ്പീരിയൻസ്? സ്വാഭാവികമായിട്ടും ബിഗ് ബഡ്ജറ്റ് മൂവീസ് ആയിരിക്കും. അതാണ് എൻ്റെ വ്യത്യാസം, അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ അവിടത്തെയും വലിയ സിനിമ ചെയ്താലേ സുഖമുള്ളൂ. ഇപ്പോൾ അജിത്തിൻ്റെ കൂടെ ബില്ലാറ്റു എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. വിക്രത്തിൻ്റെ കൂടെ ഈ ദൈവത്തിന് ജീവ എന്ന് പറഞ്ഞൊരു ജീവ ഹീറോ ആണ്. ജീവയുടെ കൂടെ മുഖം മൂടി. ഇപ്പോൾ ഈ വലിയ സെറ്റുകളിൽ പോകുമ്പോൾ സുഖ സൗകര്യങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. നമുക്ക് തന്നെ ഒരു നായകനാണെന്നൊരു ഫീൽ തോന്നും. ജോർജ് കുട്ടി ഉണ്ടാവും. ഡെഫിനറ്റ്ലി. അതിനേക്കാൾ ഉപരി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് മൊബൈലിൽ മെസ്സേജ് വരും, ഇതാണ് നിങ്ങളുടെ ടിക്കറ്റ്, ഇന്ന ഫ്ലൈറ്റിൽ ഇന്നടത്ത് എത്തണം, ഹൈദരാബാദിൽ നിന്നും ഇന്ന കാർ ഡ്രൈവർ അവിടെ ഇന്ന നമ്പറിലുണ്ടായിരിക്കും. അപ്പം നമ്മളവിടെ ചെല്ലുന്നു, ഇതൊന്നും അറിയണ്ട, അവിടെ നമ്മളെ തൂക്കുന്നു. കാരണം എന്താ, ഇത് നമ്മുടെ ഇവിടെ പറ്റാത്തൊന്നുമില്ല. നമ്മുടെ ഇവിടെ ഇതുപോലെ മനോഹരമായി നടക്കുന്ന കമ്പനികളും ഇവിടെ ഉണ്ട്. ഇവിടുത്തെ വലിയ സിനിമകളുടെ സെറ്റിൽ ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇത്രേ ഉള്ളൂ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ എല്ലാ മേഖലയും അത് ബാധിക്കും. എല്ലാ മേഖലയും ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഈ തൊഴിലറിയില്ല. എക്സാക്ട്ലി, അതാണ് എൻ്റെ വാക്ക്. പ്രൊഫഷണലിസം വരുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ജോലി കൃത്യമായിട്ട് അറിയാം, മറ്റേ ആൾക്കും അറിയാം. അപ്പോൾ അതൊരു കറക്റ്റ് മെഷീനായിട്ട് പോകും. ഇല്ല, രാവിലെ ബില്ലാറ്റു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോറിൻ്റെ താഴെ ഒരു സ്ലിപ്പ് വന്നിരിക്കും രാവിലെ 5:30. നമ്മുടെ അന്നത്തെ കംപ്ലീറ്റ് ജോലി, ഏതാണ് സീൻ, ആരാണ് മേക്കപ്പ് മാൻ, ആരാണ് അന്ന് വരുന്ന ഡ്രൈവർ, ഇവരുടെ ഫോൺ നമ്പർ, ഇത്ര മണിക്ക് ഇന്നാണ് വരും, വന്നില്ലേ ഉടനെ നമുക്ക് വിളിച്ചു പറയാൻ വന്നിട്ടില്ല. അപ്പോൾ എന്തു വെച്ചാൽ എല്ലാവർക്കും അറിയാം അവരവരുടെ ജോലി എന്താണ്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കില്ല കാശിന്റെ കാര്യത്തിലില്ല ഒരു, അതായത് നമ്മുടെ സുരേഷ് ബാലാജി അദ്ദേഹമായിരുന്നു പ്രൊഡ്യൂസർ. കൃത്യം നമുക്ക് പൈസ ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ പുള്ളിക്കാരുടെ മോളുണ്ട് സിത്താരയാണ് ഇനി ആ കമ്പനിയുടെ കംപ്ലീറ്റ് ചുമതലെടുക്കാൻ പോകും. പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കംപ്ലീറ്റ്ലി വളരെ മിടിക്കുക. എൻ്റെ മോള് വിഷ്വൽ കമ്മ്യൂണിക്കേഷന് ചെന്നൈയിൽ ഇന്ന കോളേജിൽ ജോയിൻ ചെയ്യാൻ പോലും കാരണം സിത്താര ഇതിനെ എടുത്തിരിക്കുന്നത്. വളരെ മിടിക്കുക. അതാണ് നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, സ്ത്രീകൾ എല്ലാ പൊസിഷനിലോട്ടും വന്നുകൊണ്ടിരിക്കുക. കാരണം സൗകര്യങ്ങൾ അങ്ങനെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഇത് വളരെ കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ചിലടത്ത് പറയും, ഞാൻ പറയും സ്ത്രീകൾക്ക് എന്തിനാണ് റിസർവേഷൻ ഞാൻ ചോദിക്കും. കാരണം സ്ത്രീകളെ എനിക്കിഷ്ടമാണ്, അങ്ങേറ്റ് ഞാൻ ബഹുമാനിക്കുന്നതാണ്. അത് അമ്മ തൊട്ട് അറ്റം എൻ്റെ ഇളയ മോളെ വരെ. കാരണം ഇന്ന് ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയാൽ ഒരു 35 മുതൽ 50% വരെ സ്ത്രീകളാണ്. സർക്കാർ ഓഫീസിൽ 30% സ്ത്രീകൾ. ഇത് മുഴുവൻ മെറിറ്റിൽ വന്നവരാണ്, ഒരു റിസർവേഷനിൽ വന്നവരല്ല. ഈ പോക്ക് അങ്ങോട്ട് പോയാൽ ഒരു 15 വർഷം കഴിഞ്ഞാൽ വീണ്ടും റിസർവേഷൻ സമരം ചെയ്യേണ്ടി വരും സെക്രട്ടറിയുടെ മുമ്പിൽ. അത് ആണുങ്ങളായിരിക്കും. പിന്നെ ഞങ്ങളുടെ ആരും പോക്കാം, എവിടെ ജോലി കിട്ടാനാ, എന്ത് ബേസില്ല, എല്ലാ പെണ്ണുങ്ങൾക്കും ജോലി വന്നാൽ പിന്നെ എന്ത് ചെയ്യും? ഇപ്പത്തെ എനിക്ക് വീട്ടിലൊന്നും ജോലി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എല്ലാ ജോലിയും സ്ത്രീകളാണ് ചെയ്യുന്നത്. എനിക്ക് ഒരു പണിയില്ല, വെറുതെ ഇരിക്കുക. കാരണം വീണ്ടും പറയാം, ഭയങ്കര കപ്പാസിറ്റിയാണ് സ്ത്രീകൾക്ക്. അതായത് വിഭാഗം പൊങ്ങി പോകുന്നത് അല്ല, എൻ്റെ കാരണം വെച്ചാൽ മാനേജീരിയൽ കപ്പാസിറ്റി. കാരണം ഒരു സ്ത്രീക്ക് ഗർഭിണിയായിട്ട് കുഞ്ഞിനെ പ്രസവിച്ച് പാലൂട്ടി വളർത്താൻ പറ്റുമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജോലിയാണ്. അപ്പോൾ അത് ചെയ്യുന്നവർക്ക് മറ്റ് ജോലികളെല്ലാം വളരെ ഈസിയാണ്. ഇത്രേ ഉള്ളൂ, വലിയ വലിയ പ്രശ്നങ്ങൾ സ്ത്രീകൾ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യും, ചെറിയ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിൽ പൊട്ടിത്തെറിച്ച് ഭയങ്കര ആവശ്യമില്ലാത്ത ടെൻഷനും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതെന്തിനായിരുന്നു. അതെ, പക്ഷെ അപ്പോഴത്തേക്കെല്ലാം കഴിഞ്ഞു, അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞു. സംഭവം അവിടെയാണ് ഇന്നത്തെ കുഴപ്പം. അതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഭാര്യയുടെ തലയിലോട്ട് വെച്ചേക്കും. സിന്ധു ആണോ കൃഷ്ണകുമാറാണോ ടെൻഷൻ മാനേജ്മെന്റിൽ ഒരു മോളിലാരാ? അല്ല, രണ്ടുപേരും അവസ്ഥയിൽ ടെൻഷൻ ഉണ്ടാക്കുന്നവരാ. ഓ ശരി. അപ്പോൾ അവരവരും എന്നെ കണ്ടെത്തിക്കോളും, മാനേജ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു, എനിക്കധികം ഫ്രണ്ട്സിൽ എൻ്റെ വീട്ടിൽ മുഴുവൻ ആൺകുട്ടികളായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഒരു സ്ത്രീകളുടെ കൂട്ടത്തിനിടയിലാണെന്ന്. അപ്പം കൃഷ്ണകുമാറിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ആരുമില്ലേ? അങ്ങനത്തെ ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടോയെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേർ മാത്രം. പിന്നെ പരിചയക്കാർ നമുക്ക് എല്ലാവർക്കും കാണും, പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ സിനിമ സീരിയൽ മേഖലയിൽ വരുമ്പോൾ ഒരു ഹായ് ബൈ. അതെ, പിന്നെ പലരും അതിൽ ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഒരു അത്യാവശ്യം വന്നാൽ നമ്മൾ എത്ര പേരെ വിളിക്കാൻ പറ്റും? അപ്പം ഞാൻ നോക്കുമ്പോൾ 2 പേരാണ് പരമാവധി നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഫോൺ എടുത്ത് വിളിച്ചാൽ ഏത് സമയത്തും. അതാണ് ഇപ്പോൾ രാത്രി, ഇപ്പോൾ എന്തിനാ അച്ഛന് സുഖമില്ലാതെ പെട്ടെന്ന് ഇതായിട്ട് സ്ട്രോക്കായിട്ട് കൊണ്ടുപോകുന്നു.
അവിടെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നത് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയി അവർ ഇമ്മീഡിയറ്റ്ലി അത് ഇത് MR കുറേ പറഞ്ഞു ഒരു ബില്ലിങ് കൊണ്ട് തരും. പെട്ടെന്ന് എൻ്റെ പൈസ ഇല്ല എടുക്കാറ് പെട്ടെന്ന് കാറി തിരിഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്താണ് അപ്പ ഹാജ. പുള്ളി ന്യൂസ് പേപ്പർ കുറച്ച് പൈസയും പൊതിഞ്ഞ് നിൽക്കുക. അത് വെച്ചോ, ഞാൻ അത്യാവശ്യം ഒരു കടയിൽ പോകും, താനിത് വെച്ചോ തൽക്കാലം, ഞാൻ പിന്നെ വാങ്ങിച്ചു. അതാണ് നമ്മൾ പറയണ്ട, നമ്മുടെ പ്രയാസം എന്തെന്ന് അവർക്ക് അറിയാം, അത് വരും. പക്ഷെ അങ്ങനത്തെ ഒരു ട്രൂ റിലേഷൻഷിപ്പ് ഇന്നത്തെ ഒരു യങ്സ്റ്റേഴ്സിലുണ്ടോ? ഉണ്ടാവാതിരിക്കില്ല. കാരണം നമുക്ക് അറിയത്തില്ലല്ലോ പുതിയ ആൾക്കാരുമായിട്ടുള്ള, കാരണം അവരുടെ ബന്ധങ്ങൾ വേറെ രീതിയായിരിക്കാം. സ്വാഭാവികമായിട്ടും ഇപ്പോൾ തലമുറ മാറുമ്പോഴത്തേക്ക് എല്ലാം മാറുന്നുണ്ട്, മോശമാവുകയല്ല. മേ ബി അവിടെയും കുട്ടികളിൽ മൂല്യച്യുതി എന്നൊരു സാധനം, മൂല്യത്തിൻ്റെ കുറവ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും നമ്മളാണ്. കാരണം എൻ്റെ മക്കൾ മോശമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ വേറെ ആരുമല്ല. ഇതിനു വേണ്ടി പറയാവുന്ന ഒരു ഫ്രണ്ട്ലി മെസ്സേജ് എന്തായിരിക്കും? കുട്ടികളിൽ മൂല്യച്യുതി വരാതിരിക്കുന്നതിനുള്ള ഒരു 2 ഫ്രണ്ട്ലി മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒറ്റ സംഭവം, നമ്മൾ സമയം കണ്ടെത്തുക. മിനിമം ഒരു 15-20 മിനിറ്റ് കുട്ടികളുമായി ഡെയിലി ഇൻട്രാക്ട് ചെയ്തേ പറ്റൂ. നമുക്ക് പണ്ട് ഈ കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോഴത്തേക്ക് മുതിർന്നവരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെറിയമ്മമാരുണ്ട്, പലരും ആരെങ്കിലും ഒക്കെ ഉണ്ട്, അമ്മായിമാരുണ്ട്. അമ്മയെ കിട്ടിയില്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ്. അമ്മ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കണം. പക്ഷെ ന്യൂക്ലിയറിൽ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭാര്യയുടെ അച്ഛനും എനിക്ക് അച്ഛനമ്മയൊക്കെ മരിച്ചു പോയവരാ. ഈ ഭാര്യയുടെ അച്ഛനമ്മയും ഞാൻ അവരെ കാണുന്നത് വെച്ചാൽ ഈ കുട്ടികളുടെ അപ്പൂപ്പന്മാരാണല്ലോ, അപ്പൂപ്പനല്ല അമ്മൂമ്മ. അവർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് തിരക്കില്ല, സമാധാനമായിട്ട് ജീവിക്കുക, സെറ്റിൽ ഡൗൺ ചെയ്തു തരാം. അവരെന്താ ചെയ്യേണ്ടത്? ഈ കുട്ടികളെ എടുക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുമായിട്ട് മിങ്കിൾ ചെയ്യാവും. അപ്പോൾ അവർക്ക് ആയുസ് കൂടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്രയും കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് നമുക്ക്. ആ സുഖം അവർക്കും കിട്ടും. അത് മാത്രമല്ല, നമ്മൾ കൊച്ചു കുട്ടികളുടെ കൂടെ പുറകെ നടന്ന് നമ്മളും ബിസി ആവും, നമ്മളും എൻഗേജ്ഡ് ആവും, നമ്മൾ അറിയാതെ നമ്മളെ എക്സസൈസ് ചെയ്യണം. അപ്പം നമുക്കാണെങ്കിലും നേരെ തിരിച്ച് ഈ കുട്ടികൾക്കും